എന്റെ പൊന്നു കിച്ചു, നീ വരുന്നുണ്ടോ അതോ ഞാൻ നിന്നെ ഇട്ടിട്ട് പോണോ? എടാ ഒരു 10 മിനിറ്റ് ഞാൻ ഈ മുടി ഒന്ന് തേക്കട്ടെ ഋഷി. നീ ഇങ്ങനെ ധൃതി കാണിക്കാതെ, ഒരുപാട് ഗേൾസ് ഒക്കെ ഉള്ളതാ. കോപ്പ് ഇവനെ കൊണ്ട്. കിച്ചു, ഞാൻ അങ്ങോട്ട് കേറി വന്നോണ്ടല്ലോ നിന്നെ വെച്ചേക്കില്ല. എത്ര ദൂരം പോകണ്ടാവെന്ന് നിനക്കറിയോ? അവിടെ ആണെ വണ്ടിയും വെള്ളവും ഇല്ലാത്തൊരു നാടും. ഒന്ന് ഇറങ്ങി വാടാ. ഞാൻ വന്നിട്ടേ എപ്പിടി ഇருக்கு അമ്മേ. ഒന്ന് പൊടി. ഇനിയും വരാൻ നിനക്ക് ഉദ്ദേശമില്ല കിച്ചു? സമയം കളയാതെ വേഗം ഇറങ്ങാൻ നോക്ക് പിള്ളേരെ. വരൂ ഗൈസ്, നമുക്ക് ഒരു ചായ കുടിക്കാം. എന്ത് രസമാണ് ഏട്ടാ ഇവിടെ കാണാൻ. വടകിച്ചു പോകാം. എന്റെ അത്തിപ്പാറ അമ്മച്ചി കിസ്സോ. നിനക്കൊന്നും കണ്ണില്ലേടി പുല്ലേ? അയ്യോ എഴുതേക്ക. കിച്ചു ഏട്ടാ, എന്താ പറ്റിയേ? വണ്ടി എടുക്ക വെച്ചു. മിസ്റ്റർ ഋഷി, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി ബ്ലഡ് പോയിട്ടുണ്ടേ ഉള്ളൂ. അധികം മുറിവൊന്നും പറ്റിയിട്ടില്ല. റെസ്റ്റ് എടുക്കുക. ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ്. താങ്ക്സ് ഡോക്ടർ. അല്ല നിങ്ങൾ കുട്ടിയുടെ ആരാ? ഹസ്ബൻഡ് വല്ലതും ആണോ ഇയാൾ? ഏസ് ഡോക്ടർ, ഇത് ചേട്ടൻ്റെ വൈഫാ. ഓക്കെ ഗൈസ്, എനിക്ക് റൗട്ട്സ് ഉണ്ട്, ഞാൻ പോവാ. എന്തുകൊണ്ടാണ് പട്ടിയെ അവളെൻ്റെ വൈഫായത്? ഏട്ടാ നീ ഒന്ന് പ്രാക്ടിക്കലായി ചിന്തിക്കുക. ഇപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞില്ലായിരുന്നു, പോലീസ് കേസായി നമ്മുടെ തല ഇരുന്നേര്. ഇതാവുമ്പോ എഴുതേക്കോ വീട്ടിൽ കൊണ്ട് വിടാലോ. എന്താന്ന് വെച്ചി? അതെ, ആ കുട്ടിക്ക് ബോധം വന്നിട്ടുണ്ട് കേട്ടോ, കാണാം. ഹായ്, എന്തുവാ പേര്? കുട്ടിയെ ഞങ്ങളാ രക്ഷിച്ചേ. എന്തുവാ പേര്? ഡാക്കിച്ചു, അതിനോട് എവിടെ വീടെന്ന് ചോദിക്ക്, കൊണ്ട വീടാ. എല്ലാം നിങ്ങളോട് കൊണ്ടുപോകണം. മര്യാദ ഭാഷയില ഞാൻ പറഞ്ഞ. എവിടാന്ന് വെച്ചാ കൊണ്ടുവിടാന്ന്. വെളച്ചിലെടുക്കലെന്ന് പറയിച്ചു. ഇതേതോ കൂടിയ ഐറ്റമാടാ. കിച്ചു, നീ അല്ലാത്തൊരു കാരണം. താരല്ലേ ഋഷി, താരല്ലേ പറഞ്ഞത് ഞാൻ തന്റെ വൈഫാണ്. അപ്പൊ എല്ലാം നോക്കേണ്ടത് തന്റെ ചുമതലയല്ലേ? ഹലോ, ഇവിടെ പോലീസ് കേസ് ആകാതിരിക്കാൻ അപ്പ തോന്നിയ പൊട്ട ബുദ്ധിക്ക് പറഞ്ഞതാ. അല്ലാതെ കെട്ടിലമ്മയുടെ സൗന്ദര്യം കണ്ടിട്ട് പ്രേമം പൂത്തിട്ടൊന്നും അല്ല. ഇനി താൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ കൂടെ വരും. കിച്ചു, പോലീസിനെ വിളി. ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കുള്ളത് പറഞ്ഞിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാം. ഓഹോ, അങ്ങനെയാണേ എനിക്ക് ചിലത് പറയാറുണ്ട്. എല്ലാ പറയാൻ? ഞാൻ ഇയാളെ തമ്മിൽ റിലേഷൻ ആയിരുന്നെങ്കിലും ഒടുവിൽ എല്ലാം ഇട്ടിട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്തതാണെന്ന് ഞാൻ പറയും. ഇതൊക്കെ എപ്പോ? കിച്ചു, ഇവളെ ഇന്ന് ഞാൻ ഏട്ടാ നിക്ക്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ദൈവമേ, ഈ പ്രാന്തൻ എന്തൊക്കെയാണോ കാണിക്കാൻ പോകുന്നത്. கண்களுக்கு சொந்த
അവന്തിക ചേച്ചിയുടെ മരണത്തിന് ശേഷം ഒരു പെണ്ണിന്റെ പോത്ത് പോലും നോക്കാത്ത ചേട്ടനാ ദേ ഇപ്പൊ താലി കെട്ടിയിരിക്കുന്നു. എന്തിനുള്ള പുറപ്പാടാണോ എന്തോ. എന്റെ പൊന്ന് ഋഷിയേട്ടാ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സീതാരാമറയ്യർ കളിക്കാതെ എന്തേലും ഒന്ന് പറ. ഹ? ഒന്നുമില്ല. നീ ഇതിനെപ്പോഴാ ബോധം വരുന്നത് ദൈവമേ? എഴുന്നേറ്റ് ഏട്ടത്തി. ഏട്ടത്തിക്ക് കുടിക്കാൻ വല്ലോ വേണോ? കുറച്ച് വെള്ളം കിട്ടോ? അതിനെന്താ തരാലോ. ഇന്നോ? അതെ, എനിക്ക് മാറിയിടാൻ വല്ല ഡ്രസ്സ് വല്ലതും കിട്ടോ? ഹലോ മേഡം, ഇത് ഹോട്ടലല്ല. ഞങ്ങൾ നിന്റെ വേലക്കാരനും അല്ല. നീ പറയുമ്പോ ഓരോന്ന് എടുത്തു തരാൻ. ഏട്ടാ, തന്നോട് ആരാ പറഞ്ഞ എന്നെ കല്യാണം കഴിക്കാൻ? കല്യാണം കഴിച്ചിട്ടുണ്ടേ ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഭർത്താവിന്റെ കടമയാണ്. അതെന്താ ഋഷി സാറിന് അറിയില്ലേ? നീ പുന്നാര മോളെ, വെളച്ചിലെടുക്കരുത് കേട്ടോ. നിന്റെ വെളച്ചിലൊക്കെ ഈ ഋഷികേശ് വർമ്മയുടെ അടുത്ത് വേണ്ട. അത് തന്നെ എനിക്ക് തന്നോട് പറയാനുള്ളത്. ഡീ ഏട്ടാ, മതി തീർത്ത്. നിങ്ങൾ രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ട്. കിച്ചു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയണം. എന്താ ഏട്ടത്തി? അത് പിന്നെ കിച്ചു, എന്റെ അത്തിപ്പാറ അമ്മച്ചി പേടിച്ചിട്ടാണ് കയ്യും കാലും വിറയ്ക്കുന്നു. അല്ല, ഞാൻ എന്തിനു പേടിക്കണം? ഇവരല്ലേ കിട്ടിയത്. ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. അയ്യോ, ദേ എല്ലാം കൂടെ ഇറങ്ങി വരുന്നു. ജാഥയായിട്ട് ഇത്ര പേരുണ്ടായിരുന്നു. അല്ലാതെ ഒറ്റ വീട്ടിൽ കാണത്തില്ലല്ലോ. ദൈവമേ, എന്നെ രക്ഷിക്കണം. അല്ല, ആരാ മക്കളെ ഇത്? സബാഷ്, ഇപ്പൊ എല്ലാത്തിനും ഒരു തീരുമാനമാവും. നിങ്ങളോടല്ലേ ചോദിച്ചു ഈ കുട്ടി ആരാത്? ഇതെന്റെ ഭാര്യയാണ്. ഋഷി, നീ എത്തി പറയുന്നേ? നിന്റെ കല്യാണം കഴിഞ്ഞോ? എന്താ ഋഷി നീ പറയുന്നേ? കുടുംബത്തിന് ചീത്തപ്പേരായല്ലോ. എന്ത് മോശപ്പേര്? എന്റെ മക്കൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്യുള്ളൂ. അവരൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, അവൻ വിളിച്ചോണ്ട് പോന്നു. ഒരു മോശപ്പേരും ഇല്ല. പാർവതി, നീ മോളെ വിളിച്ചോണ്ട് അകത്തോട്ട് പോ. വാ മോളെ, അകത്തോട്ട് പോവാം. ശരി അമ്മ. ഞാൻ എന്തിനാണോ ഇവിടെ വന്നത് അതെനിക്ക് എത്രയും വേഗം ചെയ്തു തീർക്കണം. ഇനി ഒട്ടും സമയം എൻ്റെ കയ്യിലില്ല. ദൈവമേ. ഏട്ടത്തി ഏത് ക്രീമാണ് യൂസ് ആക്കുന്നത്? എല്ലാ രസമാണ് കാണാൻ. അതുപോലെ തെച്ചു, ഞാൻ ക്രീമൊന്നും യൂസ് ചെയ്യാറില്ല. മുഖം കഴുകും, അത്രേ ഉള്ളൂ. എൻ്റെ കൃഷ്ണ, ഒന്നും യൂസ് ചെയ്യാറില്ലേ? ഇവിടെ മനുഷ്യൻ ഏതൊക്കെ പ്രോഡക്റ്റ് എന്തൊക്കെ തരത്തിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയോ ചേച്ചിക്ക്? അതൊക്കെ പോട്ടെ. ചേച്ചിയുടെ ചേട്ടനെ ലവ് സ്റ്റോറി പറ. ലവ് സ്റ്റോറി? എന്നെ തെച്ചു, നീ കൊറേ നേരമായല്ലോ തുടങ്ങിയിട്ട്. വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ. കാണാന്ന് ഒന്ന് നിർത്തടി. ആ ഏട്ടത്തേക്ക് എത്തിയിട്ട് റെസ്റ്റ് കൊട്. നീ പോടാ കാട്ടുകോഴി. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചോദിക്കും. നിനക്കെന്താ? ഡി അടക്കാക്കുരുവി. കൂടുതൽ വിളയല്ലേ? വിളഞ്ഞാ നീ എന്ത് ചെയ്യണം? പട്ടിത്തട്ടി നിറച്ചിട്ടെ. മതി. എത്ര നേരമായി രണ്ടും കൂടെ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയിട്ട്. കിച്ചു ഇവിടെ ഇല്ലായതപ്പോ ഇച്ചിരിയൊക്കെ സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ അതുമില്ലതായി. ആ മോളെ പേടിപ്പിക്കാതെ അവിടെ കാര്യം ഇരിക്കെ. മോളെ, രാത്രിയായില്ലേ? മോള് കയറിപ്പോ റൂമിലോട്ട്. ഋഷി റൂമിലുണ്ട്. ശരി അമ്മ. ദൈവമേ, കാലപാടിന്റെ റൂമിലോട്ടാണല്ലോ പോകുന്നത്. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഭാഗ്യം.